നമസ്കാരം, എഡ്യൂഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇനി നമുക്കൊരു ഡിലേ വരില്ല, നമ്മുടെ ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഹിസ്റ്ററിയുടെ ഒരു പാർട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിൽ നമ്മുടെ LP-UP എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഹിസ്റ്ററിയിൽ ഒരു 5 മാർക്ക് ഹിസ്റ്ററിയിൽ നിന്നാണ്. അപ്പോൾ അതിൽ ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ആരും പഠിത്തം മുടക്കരുത്, കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ നമ്മുടെ പരീക്ഷ അടുത്തിരിക്കുകയാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മുടെ എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നലെ നടന്ന സിവിൽ എക്സൈസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ടോപ്പിക്ക് ബേസ് ചെയ്തേ അവർ ചോദിച്ചിട്ടുള്ളൂ. അവർക്ക് എന്താണ് ടോപ്പിക്ക് കൃത്യമായിട്ട് ടോപ്പിക്ക് കവർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, കൃത്യമായിട്ട് പഠിച്ച ഒരു വ്യക്തിക്ക് എന്താണ് എക്സാം വളരെ എളുപ്പമാണ്. അതായത് ടോപ്പിക്ക് എല്ലാ ഭാഗവും കവർ ചെയ്ത് റിവിഷൻ നടത്തുന്നവർക്കുള്ളതാണ് ഈ എക്സാം എന്ന് പറയുന്നത്. അതായത് കൃത്യമായ ഒരു ടോപ്പിക്ക് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നാണ് അവരെല്ലാ ഭാഗം, നമ്മുടെ ഭരണഘടനയായാലും ഭൂമിശാസ്ത്രമായാലും കേരള ഹിസ്റ്ററി ആയാലും എല്ലാ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് എടുത്താൽ 10 മാർക്കുള്ള കറണ്ട് അഫേഴ്സ് എത്രയാണോ അത് കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കും. അപ്പോൾ ഇനിയുള്ള പരീക്ഷകളിൽ ഇപ്പോൾ LP-UP ആയാലും നമ്മുടെ പരീക്ഷകളൊക്കെ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ടും അതിൽ നിന്ന് ടോപ്പിക്ക് കവർ ചെയ്തുള്ള പരീക്ഷ തന്നെ ആയിരിക്കും. കൃത്യമായിട്ട് ടോപ്പിക്കുകൾ കവർ ചെയ്യുക. എത്രത്തോളം പഠിച്ച് നമ്മളെ മുമ്പിൽ എത്താമോ അത്രത്തോളം പഠിച്ച് എത്തുക. അപ്പോൾ നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മളിന്ന് പ്രധാനമായിട്ടും LP-UPയുടെ ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് പ്രധാനമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി പാർട്ടിൽ നിന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് കേൾക്കുമ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് കൊണ്ടുവന്നത് അതല്ലെങ്കിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നാമനിർദ്ദേശം ചെയ്ത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണെന്ന് ചോദിച്ചാലും ആരാണ്? ദേശീയ വരുമാനം ആദ്യമായി ഇന്ത്യയിൽ കണക്കാക്കുന്നതും ദാദാഭായ് നവറോജി. 1867-68 കാലയളവിൽ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കുന്നത്. അതൊന്ന് പഠിച്ചു വെക്കാം. പിന്നീട് നമ്മൾ പറയാനുള്ളത്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്, അതായത് നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന വർഷവും ഡേറ്റും ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ്? 1885 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. പഠിച്ചു വെക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത് 1885 ഡിസംബർ 28 ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ആദ്യമായി പങ്കെടുത്ത മലയാളിയുണ്ട്, അതുപോലെ തന്നെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തിയുണ്ട്. അപ്പോൾ ഈ വർഷം ഒന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നാമനിർദ്ദേശം ചെയ്ത ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻകാലങ്ങളിൽ, അതായത് INC എന്നറിയപ്പെടുന്നതിന് മുൻകാലങ്ങളിൽ അറിയപ്പെട്ടത് 1884 ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് അറിയപ്പെട്ടത്. പഠിച്ചു വെക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻകാലങ്ങളിൽ അറിയപ്പെട്ടത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ്. പിന്നീട് അതെന്തായി? 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് അതിനകത്ത് പറയാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓരോ സമ്മേളനങ്ങളാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ, അതായത് ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെ ആയിരുന്നു. പക്ഷേ പ്ലേഗ് എന്ന അസുഖം പരന്നു പിടിക്കുന്നത് മൂലം, പൂനെയിൽ ഇങ്ങനെ പരന്നു പിടിക്കുന്നത് മൂലം ഈ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പിന്നീട് അത് ബോംബെ തേജ്പാൽ കോളേജ്, ബോംബെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലോട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂനെ അല്ല, ബോംബെയിലാണ്. പഠിച്ചു വെക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടാണ്? ബോംബെയിലാണ്. ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം വഹിച്ചത് WC ബാനർജിയാണ്. പഠിച്ചു വെക്കുക. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം, പ്രസിഡന്റ് പദവി വഹിച്ചത് ആരാണ്? WC ബാനർജിയാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന സ്ഥലം ബോംബെ ആണെങ്കിൽ ആദ്യ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WC ബാനർജിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, മാറിപ്പോകരുത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എന്താണ് ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് നമ്മുടെ WC ബാനർജി പറഞ്ഞില്ലേ, അതായത് ഇന്ത്യയുടെ പുരോഗതി കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്, അതിനായി ഞങ്ങളെയും കൂടി എന്ത് ചെയ്യാം,
ഇതിനകത്ത് പങ്കെടുപ്പിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞാണ്, അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വാചകമൊക്കെ ഉണ്ട്. അപ്പോൾ WC ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്. 1885 നടന്ന ആദ്യ സമ്മേളനം എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെയിൽ വെച്ചാണ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം പഠിച്ചു വെക്കുക. എത്ര പേരാണ്? 72 പേരാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായി പങ്കെടുത്തവരുടെ എണ്ണം ചോദിക്കും. 72. ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 78 പേരാണ്. തിരിഞ്ഞു പോകരുത്. INCയിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 പേരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനിയാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JB കൃപലാനിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72 പേരാണ് INCയിൽ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ INCയുടെ ആദ്യ പ്രമേയങ്ങൾ 9 പ്രമേയങ്ങളാണ് ആദ്യ സമ്മേളനത്തിൽ. INCയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 പ്രമേയങ്ങൾ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ G സുബ്രഹ്മണ്യ അയ്യറാണ്. പഠിച്ചു വെക്കണേ. G സുബ്രഹ്മണ്യ അയ്യറാണ്. സുബ്രഹ്മണ്യം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരണം ഹരിത വിപ്ലവ സമയത്ത് നമ്മുടെ കാർഷിക മന്ത്രി ആരാന്ന് വെച്ചാൽ ഒരു സുബ്രഹ്മണ്യ അല്ലേ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ G സുബ്രഹ്മണ്യ അയ്യറാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 9 പ്രമേയങ്ങളും പാസ്സാക്കിയത്. പഠിച്ചു വെക്കണം. 9 പ്രമേയങ്ങൾ അവതരിപ്പിച്ച ആരാണ്? G സുബ്രഹ്മണ്യ അയ്യറാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 പേരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നാമകരണം ചെയ്തത് ദാദാഭായ് നവറോജിയാണ്, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്. അതുപോലെ തന്നെ നമ്മുടെ ദാദാഭായ് നവറോജി എന്ന് പറയുന്നത് മിതവാദികളാണ്. ദാദാഭായ് നവറോജി എന്ന് പറയുന്നത് മിതവാദിയാണ്. മിതവാദികളിൽ പെടുന്നതല്ലേ ഫിറോസ് ഷാ മേത്ത, ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തിയാബ്ജി ഇവരൊക്കെ. പക്ഷേ നമ്മുടെ തീവ്ര ദേശീയ കാലഘട്ടത്തിൽ പെടുന്നവരാരൊക്കെയാണ്? ബിപിൻ ലാൽ ബാൽപാൽ, നമ്മൾ പഠിക്കുന്ന ലാലാ ലജ്പത് റായ്, അതുപോലെ തന്നെ ബിപിൻ ചന്ദ്രപാല്, അതുപോലെ തന്നെ ബാലഗംഗാധര തിലക്, ഇവരൊക്കെ എന്താണ്? തീവ്ര ദേശീയ കാലഘട്ടമാണ്. അപ്പോൾ 1885 മുതൽ 1905 വരെയും മിതവാദി കാലഘട്ടമാണ്. അപ്പോൾ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേര് നാമകരണം ചെയ്തത്. അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് നമുക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി ആണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആദ്യം അഭിസംബോധന ചെയ്ത വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാദംബരി ഗാംഗുലിയാണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കാദംബരി ഗാംഗുലിയാണ്. അതുപോലെ തന്നെ INCയിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള അല്ലേ. തിരുവിതാംകൂറുകാർക്ക് ഇതൊക്കെ ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയുടെ വാക്കുകളാണ്. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്തവരാണ്? ബാരിസ്റ്റർ GP പിള്ളയല്ലേ. അപ്പോൾ പഠിച്ചു വെക്കുക. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യമൊക്കെ ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. അദ്ദേഹമാണ് INCയുടെ പങ്കെടുത്ത ആദ്യ മലയാളി. ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിത രമാഭായി ആണ്. അതായത് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയില്ലേ. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ച ആരാണ്? പണ്ഡിത രമാഭായി ആണ്. അതുപോലെ തന്നെ ശാരദാ സദൻ സ്ഥാപിച്ചതും 1882 ശാരദാ സദൻ സ്ഥാപിച്ചതും ആരാണ്? പണ്ഡിത രമാഭായി ആണ് അല്ലേ. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണെങ്കിൽ INCയിൽ പങ്കെടുത്ത ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിത രമാഭായി ആണ്. INC ആദ്യം അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി ആണെങ്കിൽ INC ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാദംബരി ഗാംഗുലിയാണ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. INC എടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നമുക്ക് പറയാനുള്ളത് INCയുടെ ഓരോ സമ്മേളനങ്ങളാണ്. അതായത് INCയുടെ ഓരോ സമ്മേളനത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതായത് 1885 തുടങ്ങുന്ന സമ്മേളനം ഏതാണ്ട് 2017 വരെയും തുടർന്ന് ഓരോ വർഷക്കാലയളവിലും എന്ത് ചെയ്യണം? INCയുടെ ഓരോ സമ്മേളനങ്ങളാണ്. അപ്പോൾ ഈ INC സമ്മേളനങ്ങളിൽ പലരും എന്താണ് കളിയാക്കുന്നുണ്ട്. അതൊക്കെ ഓരോ വാക്യങ്ങളിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ INC സമ്മേളനത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആയിട്ട് WC ബാനർജി വന്നു. ഈ INCയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളെയും കൂടെ പഠിച്ചു വെക്കുക. A.O. ഹ്യൂമാണ്. പഠിച്ചു വെക്കുക. അത് നമ്മൾ പറഞ്ഞില്ല. INCയുടെ ആദ്യ സെക്രട്ടറി ജനറൽ എന്നും അതുപോലെ തന്നെ INCയുടെ ആദ്യ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? നമ്മുടെ A.O. ഹ്യൂമാണ്. അതായത് ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? A.O. ഹ്യൂമാണ്. അദ്ദേഹമാണ് INCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ INC രൂപീകരിക്കുന്നതിന് വേണ്ടി പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആര്? A.O. ഹ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ INC നിലവിൽ വന്നത് 1885 ഡിസംബർ 28. INCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് A.O. ഹ്യൂമാണ്. ഇദ്ദേഹമാണ് ഓർണിത്തോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പഠിച്ചു വെക്കണേ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് നമ്മൾ പറയുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഈ പറഞ്ഞ INC നമ്മളെ ഇംഗ്ലണ്ടിലും രൂപീകരിച്ചു. INCയുടെ ഒരു ശാഖ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത് ആരാണ്? വില്യം ഡിഗ്ബി ആണ്. പഠിച്ചു വെക്കണേ. അപ്പോൾ INCയുടെ ഒരു ശാഖ ഇംഗ്ലണ്ടിൽ, അതായത് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നത് വില്യം ഡിഗ്ബി ആണ്. 1888 1888 എന്ന വർഷം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം എന്തൊക്കെയാണ്? അരവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത് 1888. അതുപോലെ തന്നെ നമ്മുടെ CV രാമൻ ജനിച്ചത് 1888 അല്ലേ? അപ്പോൾ ഈ 1888 ഈ പറഞ്ഞ INCയുടെ ശാഖ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കുന്നത് വില്യം ഡിഗ്ബി ആണ്. പഠിച്ചു വെക്കണം, വില്യം ഡിഗ്ബി ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 1888 INCക്ക് എതിരായിട്ട് ഒരു സംഘടന വരികയാണ്. ഏതാണ് അതിന്റെ പേര്? ഇന്ത്യൻ പാട്രിയാറ്റിക് അസോസിയേഷൻ. അതായത് പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് എന്ത് കൊണ്ടുവരുന്നത്? ഇന്ത്യൻ പാട്രിയാറ്റിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ പാട്രിയാറ്റിക് അസോസിയേഷൻ ഇന്റർനാഷണൽ കോൺഗ്രസിന് എതിരായിട്ടാണ് ആര് കൊണ്ടുവരുന്നത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു സംഘടനയുണ്ട്, അലിഗഡ് പ്രസ്ഥാനം അല്ലേ? അലിഗഡ് പ്രസ്ഥാനത്തിന്റെ വക്താവ് ആരാണ്? നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ലേ? 1875 തിയോസഫിക്കൽ സൊസൈറ്റി, അത് ആരാണ്? ആനി ബസന്റിന്റെ ആണ് അല്ലേ? അങ്ങനെ 1875 അലിഗഡ് പ്രസ്ഥാനം കൊണ്ടുവന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് ഇന്റർനാഷണൽ കോൺഗ്രസിന് എതിരായിട്ട് എന്ത് കൊണ്ടുവരുന്നത്? ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന കൊണ്ടുവരുന്നത് 1888. ഈ 88 തന്നെ ജനിച്ചൊരു വ്യക്തിയും കൂടെ ഓർത്തു വെക്കുക, CV രാമൻ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത്തരം കാര്യങ്ങളൊന്നും പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കേണ്ട INCയുടെ പ്രധാന സമ്മേളനങ്ങളാണ്. ഇതിലെ പ്രധാനമായിട്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1885 ആദ്യ സമ്മേളനം എന്തായാലും നമ്മൾ അറിഞ്ഞു വെച്ചേ പറ്റൂ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 പേരാണ്. ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വനിത കാദംബനി ഗാംഗുലിയാണ്. ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനിയാണ്. ആദ്യമായി പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ആദ്യമായിട്ട് പങ്കെടുത്ത വനിത പണ്ഡിത രമാഫായി ആണ്. 9 പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. അതിൽ ആരാണ് പ്രമേയങ്ങൾ അവതരിപ്പിച്ചത്? G സുബ്രഹ്മണ്യ അയ്യറാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലാണ്, ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. നമ്മൾ പറഞ്ഞതാണ്, ബോംബെയിലാണ് ആദ്യ സമ്മേളനം നടന്നത്. അധ്യക്ഷ സ്ഥാനം വഹിച്ചത് WC ബാനർജിയാണ്. നോട്ട് ചെയ്ത് വെക്കുക. 1885 നടന്ന INCയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരാണ്? WC ബാനർജിയാണ്. പിന്നീട് അടുത്ത സമ്മേളനം നമ്മുടെ പാഴ്സിക്കാരനായ ദാദാഭായ് നവറോജി, അതായത് INC എന്ന പേര് കൊണ്ടുവന്ന അദ്ദേഹമാണ് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്. രണ്ടാം സമ്മേളനത്തിലെ രണ്ടാമത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. 1886. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് INCയുടെ സമ്മേളനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്മേളനം നമ്മൾക്ക് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരാണെന്ന് നോക്കുക. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ മുസ്ലിം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1887 തൊട്ടടുത്ത വർഷം പ്രസിഡന്റ് ആകുന്ന ബദറുദ്ദീൻ തിയാബ്ജി ആണ്. അപ്പൊ INCയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബദറുദ്ദീൻ തിയാബ്ജി ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ INCയുടെ ആദ്യ വിദേശിയായ പ്രസിഡന്റ്, INCയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ആദ്യ വിദേശി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹബാദ് സമ്മേളനം 1888 ജോർജ് യൂൾ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന INC സമ്മേളനമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ആദ്യമായിട്ട്, അതായത് INCയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഏതാണ് വിദേശി ആരാണെന്ന്, ആദ്യ വിദേശി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് യൂൾ ആണ്. പിന്നീട് നമുക്ക് പഠിക്കേണ്ടത് ദക്ഷിണേന്ത്യയിലെ ആദ്യ INC സമ്മേളനം നടക്കുന്നത് P അനന്തചാർലുവിന്റെ നേതൃത്വത്തിലുള്ള നാഗ്പൂരിലാണ്. പഠിച്ചു വെക്കണേ. INCയുടെ ആദ്യ ദക്ഷിണേന്ത്യൻ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1891 നാഗ്പൂർ സമ്മേളനം അധ്യക്ഷ സ്ഥാനം വഹിച്ചത് P അനന്തചാർലു ആണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന് നാഷണൽ എന്ന പേര് വരാൻ കാരണമായ INC സമ്മേളനം ഏതാണ്? 1891 P അനന്തചാർലു അധ്യക്ഷ സ്ഥാനം വഹിച്ച INC സമ്മേളനം നാഗ്പൂർ സമ്മേളനം. പഠിച്ചു വെക്കണേ. പിന്നീട് നമുക്ക് അതിനകത്ത് പറയാനുള്ളത് വന്ദേമാതരം ആലപിച്ച INC സമ്മേളനം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ് വന്ദേമാതരം? നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം അല്ലെ, ബങ്കിം ചന്ദ്ര ചാറ്റർജി കൊണ്ടുവന്ന ആനന്ദമഠത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വന്ദേമാതരം ആലപിച്ച INC സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. പഠിച്ചു വെക്കണേ. അപ്പോൾ വന്ദേമാതരം ദേശീയ ഗീതം ആലപിച്ച INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1896 കൊൽക്കത്ത സമ്മേളനമാണ്. റഹ്മത്ത്
റഹ്മത്തുള്ള സയാനിയാണ് ആ സമയത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്. പിന്നീട് INC-യിൽ പങ്കെടുത്ത, അതായത് INC പ്രസിഡന്റ് പദവി വഹിച്ച ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ C ശങ്കരൻ നായരാണ്. 1897 അമരാവതി സമ്മേളനം പഠിച്ചു വെക്കണേ. 1897 അമരാവതി സമ്മേളനമാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇല്ലേ നമ്മുടെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയൊക്കെ ആദ്യം അംഗീകരിച്ചതും പിന്നീട് എന്താണ് തൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. ഈ ദാരുണ സംഭവത്തെ തുടർന്ന് എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയ വ്യക്തിയാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മേളനം, അതായത് INC സ്ഥാനം, അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനം പഠിച്ചു വെക്കണേ. 1897 അമരാവതി സമ്മേളനം. പിന്നീട് INC-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് നമ്മുടെ ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1901 ദിന്നി വാച്ച അധ്യക്ഷ സ്ഥാനം വഹിച്ച കൊൽക്കത്ത സമ്മേളനം പഠിച്ചു വെക്കണേ. ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1901 കൊൽക്കത്ത സമ്മേളനം, അധ്യക്ഷൻ ദിന്നി വാച്ചയാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. പിന്നീട് നമ്മുടെ സ്വരാജ് എന്ന പദം കൊണ്ടുവന്നത്, സ്വരാജ് എന്ന പദം പൂർണ്ണമായും പ്രഖ്യാപിച്ച INC സമ്മേളനം 1906 ദാദാഭായ് നവറോജി അധ്യക്ഷനായിട്ടുള്ള കൊൽക്കത്ത സമ്മേളനമാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ സ്വരാജ് എന്ന പദം കൊണ്ടുവന്ന INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1906 INC സമ്മേളനമാണ്. അധ്യക്ഷനാരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി പ്രധാനമായിട്ടും INC സമ്മേളനം പറയുമ്പോൾ INC-ക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം, അതായത് INC-ക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് 1908 മദ്രാസ് സമ്മേളനമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നമ്മുടെ റാഷ് ബിഹാരി ഘോഷിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ള ഒരു INC സമ്മേളനമാണ്. 1908 INC-ക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്ന INC സമ്മേളനമാണ് ഏതാ? 1908 മദ്രാസ് സമ്മേളനം. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നമുക്ക് പറയാനുള്ളത് 1908 അതായത് INC-ക്ക് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ INC സമ്മേളനം. 1907 INC സമ്മേളനം കൂടെ പഠിച്ചു വെക്കുക. മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിരിഞ്ഞ INC സമ്മേളനം, അതായത് INC-യുടെ ഖേദകരമായ സംഭവം എന്നറിയപ്പെടുന്ന സൂറത്ത് വിഭജനം ഏതാണ്? 1907 മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിരിഞ്ഞ INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907 സൂററ്റ് വിഭജനമാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നീട് നമുക്ക് പറയാനുള്ളത് ദേശീയ ഗാനം ആലപിച്ച INC സമ്മേളനം. അതൊന്ന് പഠിച്ചു വെക്കണേ. ദേശീയ ഗാനം ആലപിച്ച INC സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനം. നമ്മുടെ BN ദർ അധ്യക്ഷ സ്ഥാനം വഹിച്ച 1911 കൊൽക്കത്ത സമ്മേളനം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 1911 കൊൽക്കത്ത സമ്മേളനത്തിന്റെ പ്രത്യേകത, ദേശീയ ഗാനം ആലപിച്ച INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1911 INC സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം. പഠിച്ചു വെക്കണേ. പിന്നീട് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ഒരു INC സമ്മേളനമുണ്ട് 1912 മധവോൽക്കർ ബെങ്കിപ്പൂർ സമ്മേളനം. മധവോൽക്കർ അധ്യക്ഷനായിട്ടുള്ള ബെങ്കിപ്പൂർ സമ്മേളനം. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് INC പ്രധാനമായിട്ടും പറയാനുള്ളത് INC പങ്കെടുത്ത, അതായത് INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആരാണെന്ന് ചോദിക്കുക. ആരാണ്? ആനി ബെസന്റ് ആണ് അല്ലേ. 1917 അധ്യക്ഷ സ്ഥാനം, കൊൽക്കത്തയിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? നമ്മുടെ ആനി ബെസന്റ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പം INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബെസന്റ് ആണ്. INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 കാൺപൂർ സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം വഹിച്ച സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് ഗാന്ധിജി വിളിച്ച സരോജിനി നായിഡു ആണ് എന്ത് ചെയ്തത്? ഇന്ത്യയുടെ, അതായത് INC-യുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്. ഒരു 3 വനിതയെ നമ്മൾ പഠിക്കും. ഏതൊക്കെയാണ്? 1 ആനി ബെസന്റ്, 2 സരോജിനി നായിഡു, 3 നെല്ലിസൺ ഗുപ്ത. വർഷങ്ങൾ ഇട്ട് കൊടുക്കാം. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യ വനിതയായ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആനി ബെസന്റ് അല്ലേ. ആനി ബെസന്റ് സംഘടനയല്ലേ തിയോസഫിക്കൽ സൊസൈറ്റി 1875. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് കുഴയ്ക്കുന്നില്ല. 1917 കൊൽക്കത്ത സമ്മേളനം, INC സമ്മേളനത്തിന് ആദ്യ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആദ്യ വനിതയാണ് ആനി ബെസന്റ്. ആനി ബെസന്റിന്റെ 2 പത്രങ്ങളല്ലേ, ന്യൂ ഇന്ത്യ, കോമൺ വീല്, ഇതൊക്കെ ആരുടെ പത്രങ്ങളാണ്? ആനി ബെസന്റിന്റെ പത്രങ്ങളാണ്. പിന്നീട് രണ്ടാമത്, അതായത് INC-യുടെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വനിത, ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സരോജിനി നായിഡു ആണ്. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശി വനിതയാണ് നെല്ലിസൺ ഗുപ്ത. 1933 കൊൽക്കത്ത സമ്മേളനം.
ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ പിന്നീട് നമ്മൾ INC പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് പറഞ്ഞ പാർട്ടി നമുക്കറിയാം സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്കറിയാം MN റോയി ആണ് അല്ലേ. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ INC സമ്മേളനം ഏതാണെന്നൂടെ പഠിക്കുക. ഏതാണ്? 1935 ബോംബെ സമ്മേളനം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷ സ്ഥാനം വഹിച്ച 1935 INC സമ്മേളനം ഒന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യക്ക് സ്വന്തമായൊരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നു. അത് പ്രഖ്യാപിച്ചത്, അത് നടപ്പിലാക്കുന്ന പ്രമേയം കൊണ്ടുവരുന്നത് 1936-37 ഫൈസ്പൂർ സമ്മേളനമാണ്. നമ്മുടെ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള 36-37 സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ആ പ്രമേയം എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഗാന്ധിജി അധ്യക്ഷ സ്ഥാനം വഹിച്ചൊരു INC സമ്മേളനമുണ്ട്, അത് നമ്മൾ വിട്ടുപോയി. 1924 ബെൽഗാം സമ്മേളനം ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പോൾ 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. അതുപോലെ തന്നെ മിതവാദികളും തീവ്രവാദികളും പിളർന്ന സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907 സൂററ്റ് വിഭജനമാണ്. ഇവർ തമ്മിൽ ഒന്നിച്ച, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചൊരു INC സമ്മേളനമുണ്ട്. അതാണ് 1916 എന്താണ് RC മജുംദർ അധ്യക്ഷനായിട്ടുള്ള ലക്നൗ സമ്മേളനം. അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി INC പ്രസിഡന്റ് ആയ ഒരു തെരഞ്ഞെടുപ്പിലൂടെ INC പ്രസിഡന്റ് ആകുന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് നമുക്കെല്ലാം എന്താണ്, ദേശസ്നേഹികളുടെ രാജകുമാർ, അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അതുപോലെ തന്നെ ദില്ലി ചലോ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ വാക്കാണ്. സുഭാഷ് ചന്ദ്രബോസ് ഇല്ലേ, 1897 ഒഡീഷയിലെ കട്ടക്കിൽ ജനിച്ചതല്ലേ സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ദേശീയ പിതാവ് എന്നങ്ങാണ്ട് വിളിച്ചില്ലേ. അതുപോലെ തന്നെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പാർട്ടിയല്ലേ ഫോർവേഡ് ബ്ലോക്ക് ആരുടെ പാർട്ടിയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ പാർട്ടിയാണ്. അപ്പോൾ 1938 ഹരിപുര സമ്മേളനത്തിന് അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ. 39 ഒരു തെരഞ്ഞെടുപ്പിലൂടെ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി, അതാണ് അവിടുത്തെ GK പഠിച്ചു വെക്കണേ. ഒരു തെരഞ്ഞെടുപ്പിലൂടെ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി 1939 ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ത്രിപുരി സമ്മേളനം, തിരിഞ്ഞു പോകരുത്, ഹരിപുരയല്ല, ത്രിപുരി സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തൊരു മലയാളിയുണ്ട് അല്ലേ, ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തൊരു മലയാളിയുണ്ട്, SK പൊറ്റക്കാട് അല്ലേ, നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാര ജേത. ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളല്ലേ, നോവലുകളല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തിയാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. അത് 1939 ത്രിപുരി സമ്മേളനം പഠിച്ചു വെക്കണം. അടുത്തത് സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ഒരു വ്യക്തിയാണ് 1946 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനി. മീററ്റ് സമ്മേളനം. അപ്പോൾ 1946 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആരാണ്? JB കൃപലാനിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 48 അധ്യക്ഷ സ്ഥാനം 1948 അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. ജയ്പൂർ സമ്മേളനം. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഈ പട്ടാഭി സീതാരാമയ്യയെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രകാരൻ എന്നാണ് പട്ടാഭി അറിയപ്പെടുന്നത്. പഠിച്ചു വെക്കണേ. പട്ടാഭി സീതാരാമയ്യെ എന്താണ്, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ കൂടെ ത്രിപുരി സമ്മേളനത്തിൽ നിന്ന് മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ INC സമ്മേളനത്തിൽ, അതായത് 48 അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. ജയ്പൂർ സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ പറഞ്ഞ പട്ടാഭി സീതാരാമയ്യ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി ഓഫ് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഹിസ്റ്ററി ഇൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകാരുടെയാണ് പട്ടാഭി സീതാരാമയ്യാണ്. ആ പുസ്തകത്തിന് ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ, നമ്മുടെ ആദ്യത്തെ എന്താണ് രാഷ്ട്രപതി, ആദ്യത്തെ കൃഷി വകുപ്പ് മന്ത്രി ഒക്കെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ തവണ INC സമ്മേളനങ്ങൾ നടന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വേദിയാകുന്നത് നമ്മുടെ ഡൽഹിയാണ്. അപ്പോൾ INC സമ്മേളനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ വേദിയായത് കൊൽക്കത്തയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം INC സമ്മേളനങ്ങൾ കൂടുതലായി നടന്നത് എവിടാണ്? ഡൽഹിയിലാണ്. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിലാണ് INCയുടെ സമ്മേളനങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നടന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് INC സമ്മേളനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ എന്താണ് സോഷ്യലിസ്റ്റ് പ്രമേയം പാസ്സാക്കിയ ഒരു INC സമ്മേളനമുണ്ട്. 1955 ആവടി സമ്മേളനം. പഠിച്ചു വെക്കണേ.
അപ്പോൾ എന്താണ് സോഷ്യലിസ്റ്റ് പ്രമേയം പാസ്സാക്കിയ ആദ്യ INC സമ്മേളനം നമ്മുടെ UN ദബ്ബാറിന്റെ അധ്യക്ഷതയിലുള്ള 1955 ആവടി സമ്മേളനം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നീട് 1959 നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷയായിട്ട് വനിതയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയല്ലേ മൈ ട്രൂത്ത്. ഇന്നലെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മൈ ട്രൂത്ത് ആരുടെ പുസ്തകമാണ്? ആരുടെയാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നതല്ലേ ഇന്ദിരാഗാന്ധി. അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് നമ്മുടെ എന്താണ് ഇതിനകത്ത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിനെ ഒരുപാട് പേര് പരിഹസിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട് അല്ലേ. ഇതൊരു യാചകരുടെ സ്ഥാപനം അല്ലെങ്കിൽ സംഘടന എന്ന് പറഞ്ഞത് അരബിന്ദ ഘോഷാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിനെ യാചകരുടെ സംഘടന അല്ലെങ്കിൽ ബെഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിച്ചത് ആരാണ്? നമ്മുടെ അരബിന്ദ ഘോഷാണ്. അതുപോലെ തന്നെ എന്താണ് 3 ദിവസത്തെ തമാശ, INC സമ്മേളനത്തെ 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? AK ദത്തയാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തെ എന്താണ്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സുഗമമായ ഒരു അന്ത്യമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കേഴ്സൺ പ്രഭുവാണ്. ഇങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്തു? ഇന്റർനാഷണൽ കോൺഗ്രസിനെ എന്ത് ചെയ്തു? ഒരു പരിഹാസ രൂപയാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്നും അതുപോലെ തന്നെ കിണറ്റിലെ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനൊക്കെ ഒരുപാട് വിശേഷണങ്ങളിലൂടെ ബാലഗംഗാധര തിലകം പരിഹസിക്കുന്നുണ്ട് INC സമ്മേളനം. അതുപോലെ തന്നെയാണ് പട്ടാഭി സീതാരാമയ്യ എന്താണ് പറഞ്ഞത്? നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്നാണ് പട്ടാഭി സീതാരാമയ്യ INC സമ്മേളനങ്ങളെ പറയുന്നത്. എന്താണ്? നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത്. അതുപോലെ തന്നെ INC സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ഉണ്ട്, പഠിച്ചു വെക്കണം. INC പ്രസിഡന്റ്, അതായത് പ്രമേയങ്ങളിലൂടെ പുറത്താക്കപ്പെട്ട INC പ്രസിഡന്റ് ആണ് സീതാറാം കേസരി എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പാഴ്സി മതക്കാരനാരാണ്? INC പ്രസിഡന്റ് പാഴ്സി മതക്കാരനാണ് ദാദാഭായ് നവറോജി. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ദളിത് വംശജൻ ആരാണ്? D സഞ്ജീവയ്യാണ്. പഠിച്ചു വെക്കണേ. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ദളിത് വംശജൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ D സഞ്ജീവയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ INC പ്രസിഡന്റ് ആകുന്നത് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതായത് INC പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം, അദ്ദേഹത്തിന്റെ ആത്മകഥയല്ലേ ഇന്ത്യ വിൻസ് ഫ്രീഡം. മൗലാന അബ്ദുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ പത്രങ്ങളല്ലേ അൽ ഹിലാൽ, അൽ ബലാഗക്കാരുടെ പത്രങ്ങളാണ്. നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതായത് എന്താണ്? മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നാണ് ആരെ അറിയപ്പെടുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദിനെ അറിയപ്പെടുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നീട് INC ഇത്രയും കാര്യങ്ങൾ, ഇത് പ്രധാനമായിട്ടും INCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സമ്മേളനങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഓരോ INC സമ്മേളനത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക, അത് ഓരോ പോയിന്റുകൾ കണ്ടെത്തുക. ഇപ്പോൾ ഇതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം അല്ലേ 1955 ആവടി സമ്മേളനം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനം 1901 ദിന്നി വാച്ച് അധ്യക്ഷ സ്ഥാനം വഹിച്ച കൊൽക്കത്ത സമ്മേളനം. അതുപോലെ തന്നെ മിതവാദികളും തീവ്രവാദികളും പങ്കെടുത്ത INC സമ്മേളനം ഏതാണ്? 1916 ലക്നൗ സമ്മേളനം അല്ലേ. ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതയാകുന്ന പ്രസിഡന്റ് ആകുന്ന വനിത ആരാണ്? ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതയാകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സരോജിനി നായിഡു. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക. ഇത്രയും കാര്യങ്ങളൊന്നും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തി ആരാ? സുഭാഷ് ചന്ദ്രബോസ് അല്ലേ. അദ്ദേഹത്തിന്റെ അപൂർണ ആത്മകഥയാണ് ഇന്ത്യ പിൽഗ്രിംസ്. അദ്ദേഹത്തിന് അപൂർണ ആത്മകഥയല്ലേ. അതുപോലെ ഇന്ത്യൻ സ്ട്രഗിൾസ് ആണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഇന്ത്യ സ്ട്രഗിൾസ് എന്ന് പറയുന്ന ആത്മകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഇന്റർനാഷണൽ കോൺഗ്രസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കൊരു ടോപ്പിക്കായിട്ട് മെയിനായിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള ചെറിയ ടോപ്പിക്കുകൾ നമുക്ക് മെയിനായിട്ടും ഒരുപാട് കവർ ചെയ്യാം. നമ്മളെ ടോപ്പിക്ക് ബേസ് ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നേ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതിൽ നിന്ന് എത്രത്തോളം ആഴ്ന്നിറങ്ങാവോ അങ്ങനെയൊക്കെ രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്കും ഉണ്ടാവുക. ഒരിക്കലും ചോദ്യം എളുപ്പമാകും എന്നുള്ള രീതി ഒന്നും ഇരിക്കരുത്. നമ്മൾ പരമാവധി എന്ത് ചെയ്യുക? ഒരു നോട്ട് ബുക്ക് എടുത്ത് അത് എഴുതി തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. തീർച്ചയായിട്ടും ഓരോ പോയിന്റുകൾ എന്ത് ചെയ്യുക? എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ ഓരോ പുതിയ പോയിന്റുകൾ നമ്മൾ കണ്ടെത്തും. ആ ചോദ്യ പേപ്പറിൽ നമുക്കത് കാണുമ്പോൾ എന്ത് ചെയ്യും? വളരെ എളുപ്പമായിട്ട് തോന്നും. ഇനി അങ്ങോട്ട് ഇപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആയിരിക്കും: ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇന്ത്യൻ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോഷ്യലിസ്റ്റ് പ്രമേയം പാസ്സാക്കിയത് 1923 ഗയാ സമ്മേളനമാണ്. അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ ചോദിക്കുക. രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരിക്കാം ഇനി അങ്ങോട്ട് ചോദിക്കുന്നതൊക്കെ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ഓരോ ടോപ്പിക്ക് പഠിച്ച് ക്ലിയർ ചെയ്ത് വെക്കുക. അത് ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഒന്നിടവിട്ട് റിവിഷൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും തുടർന്ന് നമുക്ക് കൊച്ചു കൊച്ചു ടോപ്പിക്കുകളുമായിട്ട് അടുത്ത ക്ലാസ് നമ്മുടെ ഓരോ ടോപ്പിക്കുകളും ഇനി നമ്മൾ തീർത്ത് വരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം.